എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കീം പ്രവേശന പരീക്ഷയുടെ സമയക്രമത്തിൽ അടിമുടി മാറ്റമാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ വരുത്തിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതുപോലെ പുതിയ ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ 9 തീയതി വരെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5 മണി വരെയും, ഫാർമസി പരീക്ഷ ജൂൺ 10 വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെയും ആയാണ് മാറ്റിയിരിക്കുന്നത്. രണ്ട് പരീക്ഷയുടെ റിപ്പോർട്ടിംഗ് ടൈമിലും വിദ്യാർത്ഥികൾക്ക് സാവകാശം ലഭിച്ചിട്ടുണ്ട്. അത് രാവിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ റിപ്പോർട്ടിങ്ങിന് സമയമുണ്ട്. ഫാർമസി പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യാൻ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. എഞ്ചിനീയറിങ്ങും ഫാർമസി പരീക്ഷയും രണ്ടും എഴുതുന്ന കുട്ടികൾ അവരുടെ ഹാൾ ടിക്കറ്റിൽ തന്നിട്ടുള്ള ഒറ്റ പരീക്ഷ എഴുതിയാൽ മതിയാകും. അവർക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയുള്ള ആ എക്സാം ഷെഡ്യൂളിലായിരിക്കും അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അവരുടെ ഹാൾ ടിക്കറ്റിൻ്റെ മുകളിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ബിഫാം എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും. ആ ഒരൊറ്റ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. ആ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇത് മൂന്നിനും കിട്ടുന്ന മാർക്ക് അവരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്കും, അവരുടെ ഫിസിക്സും കെമിസ്ട്രിക്കും മാത്രം കിട്ടുന്ന മാർക്ക് ഫാർമസി അഡ്മിഷൻ അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റിലേക്കും പ്രത്യേകം പരിഗണിക്കും. ഫാർമസി പരീക്ഷ മാത്രം എഴുതുന്ന കുട്ടികൾ അവർക്കാണ് 10 തീയതിയുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സെൻറ്ററുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോഴും വിദൂര ജില്ലകളിൽ സെൻറ്റർ അനുവദിക്കപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോഴും ആ പ്രശ്നം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പുതിയ ഹാൾ ടിക്കറ്റ് ലഭിച്ചിട്ടും സെൻറ്ററിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. വിദൂര ജില്ലകളിൽ, സമീപ ജില്ലകൾ പോലുമല്ല, ഇപ്പം കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥിക്ക് കോട്ടയത്തും എറണാകുളത്തുമൊക്കെയാണ് സെൻറ്റർ അനുവദിച്ച പ്രശ്നം. അതിന്നിപ്പോൾ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും, അച്ചടി ദൃശ്യ മാധ്യമങ്ങളൊക്കെയും ഈ വിഷയം സജീവമായി ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുന്നതിന് ഇനിയും സമയം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. കുട്ടികൾ അങ്ങനെ വിദൂര ജില്ലകളിൽ സെൻറ്റർ അനുവദിച്ച പ്രശ്നം നേരിടുന്ന കുട്ടികൾ മുൻ വീഡിയോകളിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി ഇമെയിൽ മുഖേന അയച്ചുകൊണ്ടേയിരിക്കുക. ഇനിയും അനുകൂലമായ തീരുമാനമെടുക്കുന്നതിന് അധികൃതർക്ക് മുന്നിൽ ഇനിയും സമയമുണ്ട്. 3-4 ദിവസം ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് വലിയ തടസ്സമില്ല. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ അങ്ങനെ വിദൂര ജില്ലകളിൽ സെൻറ്റർ അനുവദിച്ച പ്രശ്നം നേരിടുന്ന എല്ലാ കുട്ടികളും ഇന്ന് തന്നെ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി അയക്കുക. ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു ക്രമീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പുതിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.